ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദേഴ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 2 ചേരുവകൾ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാസ്ട്രി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ ഫ്രൈങ് പാനിലാണ് ഞാൻ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ അമൃതം പൊടി വെച്ചിട്ട് ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായെന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അമൃതം പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉപ്പുമാവാണിത്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിവിടെ 10 രൂപയുടെ 4 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ക്രീമൊക്കെ എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ എടുത്ത് മാറ്റി കൊടുക്കാം. ഈ ക്രീം കളയേണ്ട, നമുക്ക് അവസാനം കേക്കിൻ്റെ ഉള്ളിലും പുറത്തും ഫില്ല് ചെയ്യാനായിട്ട് ഈ ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റിൽ നിന്നും ഈ ക്രീമൊന്ന് ഞാൻ എടുത്ത് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഞാൻ മൊത്തം ബിസ്ക്കറ്റും ക്രീമും ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്രീം മാറ്റി വെക്കാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വിനാഗിരിയും മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതോടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ല, നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതിൽ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പഴയ ഫ്രൈ പാനോ തട്ടോ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിന് മുകളിലായിട്ട് ഈ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി തീ കുറച്ച് വെക്കാം, ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി കേക്ക് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീമിലേക്ക് 1 സ്പൂൺ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് കൂടിപ്പോകരുത്, ഒരുപാടായി പോയാൽ ക്രീം ലൂസായി പോകും. കുറച്ച് മാത്രം ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബൗൾ ഇതേപോലെ ചരിച്ച് പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ ക്രീം ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്, അതുകൊണ്ട് നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രം ഫ്രൈ പാനിൽ നിന്നും എടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി കേക്കിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച പീസൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ക്രീമൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിതിപ്പോൾ അങ്ങ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിനെ നടുക്കുന്നത് കട്ട് ചെയ്യാം. ഇനി ഒരു പീസ് കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം വെച്ച് കൊടുക്കാം.
കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീമൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഈ കേക്കിൻ്റെ അടിഭാഗം മുകളിൽ വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഒരു കത്തി വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും 2 ചേരുവകൾ മാത്രം വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാസ്ട്രി കേക്കാണിത്. നല്ല ടേസ്റ്റാണിത്. ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിതിപ്പോൾ തന്നെ കട്ട് ചെയ്യുവാണ്. നിങ്ങൾക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം അതേഴ്സ് വേൾഡ്.